അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങിയാണ്, വാർത്തകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ ഞാൻ അപ്പൊ ബോസ്റ്റണിൽ നിന്ന് ഇറങ്ങി വന്ന് കണക്ടിക്കറ്റ് വഴി ന്യൂയോർക്ക് ജോർജ് വാഷിംഗ്ടൺ ബ്രിഡ്ജ്, ന്യൂജേഴ്സി ഒക്കെ കറങ്ങി ബാൾട്ടിമോർ. ഇപ്പൊ ഞാൻ ബാൾട്ടിമോർ, അവിടെ ഒരു വലിയ പോർട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ഓർമ്മയുണ്ടായിരിക്കും, ഒരു കപ്പൽ കൊണ്ടുവന്ന്, ഒരു ഇന്ത്യക്കാരൻ ക്യാപ്റ്റൻ ആയിരുന്ന കപ്പൽ കൊണ്ടുവന്ന് ഇടിച്ചതൊക്കെ, ഒരു പാലത്തും ഇടിച്ച് വലിയൊരു പാലം ഇടിഞ്ഞു പൊളിഞ്ഞു വീണത് നമ്മുടെ ജോ ബൈഡൻ ആയിരിക്കുന്ന സമയത്ത്. അപ്പൊ ആ ഒരു പ്രദേശത്ത് കൂടെ, ബാൾട്ടിമോറിൽ കൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇവിടെ ഉച്ച സമയമാണ്. അപ്പൊ അതിന്റെ ആ ഒരു ഉച്ച സമയത്തേക്ക് നമ്മളപ്പോ അതിനിടയിൽ ഇത്തിരി കാപ്പി വാങ്ങി ഈ ഉറക്കം കാരണം വെളുപ്പിന് ഇറങ്ങിയതാണല്ലോ. ഏകദേശം ഇനി ഒരു 1.5 മണിക്കൂറിൽ ഞാൻ അവിടെ എത്തും. ഒരു ടണലിന്റെ ഉള്ളിൽ കയറിയേക്കാണ്. വെള്ളത്തിന്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. വെള്ളം ഉള്ള പ്രദേശമാണ്, പക്ഷെ ആ ടണലിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വാർത്തകളിൽ നമ്മളിപ്പോ പുതിയതായിട്ട് വരുന്ന വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കറിയാം ഏകദേശം ഒരു 10-40-50 വർഷം മുമ്പാണ് ലെബനൻ, സിറിയ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇറാന്റെ ഇൻഫ്ലുവൻസ് തുടങ്ങിയത്. അവിടുത്തെ ഒരു പ്രധാനമന്ത്രി, ഹരേരി എന്ന പ്രധാനമന്ത്രി ലെബനനിൽ കൊന്നതും, ബെയ്റൂട്ടിൽ വെച്ചിട്ട് വലിയൊരു ബോംബ് സ്ഫോടനത്തിൽ കൊന്നതും ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. റഫീഖ് ഹരേരി ലെബനന്റെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പൊ സിറിയയുടെ അവിടെയുള്ള സ്വാധീനവും അതോടൊപ്പം തന്നെ ഇറാൻ ഈ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് മുമ്പ് ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്ന പ്രദേശങ്ങളാണ് ഇത് കേട്ടോ. നമ്മളത് മറക്കരുത്. നമ്മള് ഈ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇത് കേൾക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ഈ ക്രിസ്ത്യൻ രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇറാന്റെ ഇസ്ലാമിക അധിനിവേശ പ്രദേശങ്ങളാക്കി മാറ്റി. എന്നാൽ ഇന്ന് അതിന് മാറ്റം വരുത്തിയിരിക്കുകയാണ്. അവിടെ ഒട്ടനവധി ക്രിസ്ത്യാനികൾ ഇപ്പോഴും ഉണ്ട്. 1950 മെറീൻ ബേസിൽ ബോംബ് ഇട്ടു. അതായത് അമേരിക്കയുടെ ഒരു മെറീൻ ബേസിൽ ഇറാൻ മറ്റേ ഹെസ്ബുള്ള ബോംബ് ചെയ്ത്. എന്നാൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ഹെസ്ബുള്ളയുടെ നേതാവ് പിന്നെ നസ്രുള്ളനെ വരെ ഇസ്രായേൽ വരിന്നെടുത്ത് കളഞ്ഞു. ആ ഒരു സംഭവം നടന്നപ്പോ നമ്മുടെ നാട്ടില് ഒരു വിരമിച്ച ജഡ്ജി, ആദരണീയനും ബഹുമാന്യനും ആയ കമാൽ പാഷ, അദ്ദേഹം വിരമിച്ച ജഡ്ജിയാണ്. അദ്ദേഹം വന്നിരുന്ന് പറയാ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആ ഒരു തണലിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയാണ്, സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണെന്നാ പറയണ. ഞാൻ അറിഞ്ഞിടത്തോളം ഈ പറയണ കമാൽ പാഷ ഒരു സുന്നി മുസ്ലിമാണ്. ഷിയക്കാരനായ നസ്രുള്ള കൊന്നത് മുഴുവനും സുന്നികളെയാണ്. അത് കഴിഞ്ഞിട്ടേ ക്രിസ്ത്യാനികളൊക്കെ കൊന്ന് പേടിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഇയാള് പറയുന്നത്, ഈ കമാൽ പാഷ പറയുന്നത് അദ്ദേഹം സമാധാനത്തിന്റെ വെള്ളരിപ്രാവാന്നാണ്. എന്തൊക്കെ ഇരുന്നാലും ഇപ്പൊ ഹെസ്ബുള്ളയുടെ സ്ഥിതി എന്ന് പറഞ്ഞാല്, ഇസ്രായേൽ അതിന്റെ അതിർത്തിന്ന് വടക്കോട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. വടക്കോട്ട് മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കണേ. അതോടൊപ്പം തന്നെ ഈ ലെബനൻ ബെയ്റൂട്ട് വരെ പിടിച്ചെടുക്കണ്. അപ്പൊ ഹെസ്ബുള്ള ആസ്ഥാനങ്ങളിലാണ് ഈ അടി നടക്കണേ. ഇതില് ലെബനന്റെ പ്രസിഡന്റ് ഒരു ജോസഫ് ഔൺ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയാണ്. അപ്പൊ അദ്ദേഹം വന്നേക്കുന്നത്. അപ്പൊ ഇറാൻ ഈ വെടിനിർത്തൽ ചർച്ചയിൽ ട്രംപിനെ ട്രംപിന് ഗതി കെട്ടു. ട്രംപിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ട്രംപിന്റെ ഗതി. കാരണം യുദ്ധത്തിന് ഇറങ്ങാനും പറ്റില്ല. ഇവിടെ ഇലക്ഷൻ വരാൻ പോണ്, മിഡ് ടേം ഇലക്ഷൻസ് വരാൻ പോണ്, ഗവർണർമാര്, അതിലൊക്കെ ട്രംപിന്റെ പാർട്ടി തൂഫാനാവും, അടിച്ച് ഇത് പോവും. കാരണം അതിന് പെട്രോളിന്റെ വില കൂട്ടക്കത്തെ വിലയുണ്ട് പെട്രോളിന് ഇവിടെ. അപ്പൊ അതുകൊണ്ടൊന്നും ഇദ്ദേഹം പിടിച്ചിക്കാൻ പറ്റില്ല. കിറ്റ് കൊടുത്താൽ പോലും പറ്റാത്ത സ്ഥിതിയിലാണ് ട്രംപിന്റെ സ്ഥിതി. അപ്പോ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിക്കണം. എന്നാ ഇവനോ നമ്മുടെ നെത്തന്യാഹു ആണ് കിട്ടയ്ക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കില്ല. നെത്തന്യാഹു ഈ ഗ്യാപ്പിൽ ലെബനൻ അടിക്കാണ്. അതായത് ഇറാൻ അടിച്ചുള്ള ഗ്യാപ്പില് ഇത് ആൾക്കാർ ചിലർ പറയുന്നുണ്ട് ഇവരുടെ ആയുധമൊന്നും ഇല്ല, ആയുധമൊക്കെ കുറഞ്ഞു വരേണ്ടത് ഇസ്രായേൽ. എവിടെ ആരൊക്കെ കൊടുക്കണ്ട, ഇന്ത്യ പോലും ആയുധം കൊടുക്കണ്ടെന്നുള്ളൂ. ഒപ്പം UAE ഉണ്ട് ഇസ്രായേലിന്റെ കൂടെ. ഇപ്പൊ നെത്തന്യാഹുവിന്റെ കൂടെ UAEയുടെ അൽ നഹിയാൻ ഉണ്ട് അടിക്കാനായിട്ട്. പിന്നെ ഭൂരിഭാഗം അറബ് രാജ്യങ്ങളും, ബഹ്റൈൻ, കുവൈറ്റ് ഉണ്ട്. കാരണം അവരൊക്കെ തിരിച്ചടിക്കാൻ നിൽക്കണം. ഇപ്പൊ അവര് വന്നിരിക്കുന്ന ഒരു തീരുമാനം, ട്രംപൊക്കെ പടികൂടി വന്നിരിക്കുന്ന തീരുമാനം, ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്ക് പകരമായിട്ട്
ഇറാന്റെ സമ്പത്ത് പിടിച്ചെടുത്തിട്ട് അവിടെ ഗൾഫിൽ ഇപ്പൊ നമുക്കറിയാം കുവൈറ്റ് എയർപോർട്ടിൽ മിഞ്ഞാന്ന് അടിച്ചു. UAE എയർപോർട്ട് അവർക്ക് ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ ബില്യൺ കോടാനുകോടിയാണ്. അപ്പൊ ഈ നാശനഷ്ടങ്ങൾ നികത്താൻ ഇറാന് പിടിച്ചെടുത്ത് ആ നാശനഷ്ടം നികത്താമെന്നാണ് ഒരു തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്. വീണ്ടും ലെബനനിലേക്ക് വരുമ്പോ ജോസഫ് ഔൺ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയായ ലെബനന്റെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു, ഇറാൻ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട, ഞങ്ങളുടെ സംരക്ഷണം ഞങ്ങൾ നോക്കിക്കോളാം. അപ്പൊ ഇന്ന് ഹെസ്ബുള്ളനെ ബെയ്റൂട്ടിൽ നിന്നും ലെബനന്റെ ഒഫീഷ്യൽ ആർമി, ജോസഫ് ഔണിന്റെ അണ്ടറിലുള്ള ഒഫീഷ്യൽ ആർമി അവിടെ നിന്ന് അടിക്കുന്നു, ഇവിടെ നിന്ന് ഇസ്രായേൽ അടിക്കുന്നു. അപ്പൊ ഹെസ്ബുള്ള എന്ന് പറഞ്ഞ സാധനം അധികം നാള് നിലനിൽക്കില്ല. ഹെസ്ബുള്ളക്ക് അവിടെ നിന്ന് ഇവിടുന്ന് അടിയാണ്. സ്വന്തം രാജ്യത്ത് അവരുടെ ഒഫീഷ്യൽ ആർമി അടിക്കണു, ഒപ്പം ഇപ്പുറത്തുനിന്ന് ഇസ്രായേൽ അടിക്കണു. കുറെ സ്ഥലങ്ങൾ ഇസ്രായേലിന്റെ കയ്യിലിരിക്കും. ലെബനൻ എന്ന രാജ്യത്തിന്റെ അവിടെ ഫ്രാൻസിന് കുറെ സ്വാധീനമുണ്ട് ലെബനനില്. അപ്പൊ ഈ പ്രദേശങ്ങളിലൊക്കെ ക്രിസ്ത്യാനികളെ അധിവസിപ്പിക്കുന്നതിനും അതൊരു വലിയ ഇസ്രായേലിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ മോഹങ്ങളാണ് നെതന്യാഹുവിനുള്ളത്. അപ്പൊ ആ ഒരു മോഹം വെച്ചിട്ട് ഈ സ്ഥലങ്ങള് ലെബനനും സിറിയൊക്കെ പിടിച്ചെടുക്കലാണ് നടക്കുന്നത്. അവിടെ തന്നെയല്ല, ജർമ്മനിയൊക്കെ ഇപ്പൊ കുറെ അഭയാർത്ഥികളെ 10 ലക്ഷം അഭയാർത്ഥികളാണ് ജർമ്മനി പുറന്നുള്ളത്. ഈ വക ടീമുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് കുടിയേറിയത് അഭയാർത്ഥിയെന്നും പറഞ്ഞ് പോയവരാ. അവിടെ ചെന്നപ്പോ അവര് ജിഹാദ് തുടങ്ങി. ഇപ്പൊ പുറത്താക്കാന്ന് പറഞ്ഞാൽ ഈ അവർക്ക് ജിഹാദ് കളിക്കാം, പക്ഷെ വികസിത ജനാധിപത്യ രാജ്യങ്ങൾക്ക് പറ്റില്ല. അപ്പൊ അവർ 1 ലക്ഷം യൂറോ വെച്ച് അങ്ങോട്ട് കൊടുക്കുന്നേ പുറത്താക്കാനായിട്ട്. ഈ കള്ള സുഡാപ്പികളെ അവിടെ പുറത്താക്കാനായിട്ട്, അഭയാർത്ഥികളെ പുറത്താക്കാൻ പോലും പൈസ കൊടുത്തിട്ട് ഇറക്കി വിടാൻ പോണത്. അപ്പൊ ഹെസ്ബുള്ളക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ഇവിടുന്ന് അടിയപ്പോ നല്ല അടിക്കൊരു കുറവില്ല എന്ന് ഇപ്പം മരിച്ചുപോയ സലീം കുമാർ പറഞ്ഞ അടിക്ക് ഒരു കുറവില്ല ഹെസ്ബുള്ള തീരാണ്. ഹെസ്ബുള്ള എന്ന പറഞ്ഞ സാധനം തീരാണ്. മറ്റവർക്കുള്ളത് അവിടെ കിട്ടുന്നുണ്ട്. ഹമാസിനുള്ളത് അവിടെ മഞ്ഞ വരനെ വരയ്ക്കും. ഇതിന് ഇപ്പുറത്തേക്ക് കടന്ന അടി എന്ന് പറഞ്ഞ അടി അവിടെ പാവം കുഞ്ചു കഞ്ചുകളൊക്കെ എടുത്ത് അടിച്ച് നിരത്തി കളയാണ്. ഇപ്പൊ ഞാൻ ഇന്നൊരു ഇസ്ലാമിക സഹോദരനായിട്ട് ചർച്ച നടത്തായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റണേ പാലസ്തീനിലെ കുഞ്ചു പിഞ്ചുങ്ങളെ ഇങ്ങനെ കൊല്ലണതൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റണേ? അദ്ദേഹം പാവണം. അദ്ദേഹം ഈ സുഡാപ്പി വാട്സപ്പിൽ നിന്നൊക്കെ കിട്ടണത് വെച്ച് അലക്കണതാണ് ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞു, സ്വന്തം കുഞ്ഞുങ്ങളെ വെട്ടി നുറുക്കിയിട്ട് വേവിച്ച് മാതാക്കളെ കൊണ്ട് തിരിച്ചു ജിഹാദി കള്ളന്മാര് കുർദിഷ് പെണ്ണുങ്ങളെ കണ്ടിട്ടൊന്ന് വെച്ചു. അതല്ലെങ്കിൽ 1500 പെൺകുട്ടികളെ വലിച്ചഴിച്ച് ഇസ്രായേലിൽ കയറി അടിച്ചിട്ട് ഹമാസ് ചെയ്തത് കണ്ടോന്ന് വെച്ചു. അപ്പൊ വലിയ ഇവർക്ക് സ്വയം ആ ഒരു അറിവില്ല. ആ ഒരു ചെറുപ്പത്തില് മദ്രസയിൽ ഒരു 10-14 വയസ്സ് വരെ പഠിക്കുന്ന അറിവും പിന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നത് അങ്ങോട്ട് കലക്കി നോക്കും. കലക്കി കഴിഞ്ഞിട്ട് പിന്നെ പിടിച്ചേക്കാൻ പറ്റില്ല. പിന്നെ ഇത് മറ്റുള്ളവർ കൗണ്ടർ അടിക്കുമ്പോൾ പിടിച്ചേക്കണ്ട. ഇതങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അദ്ദേഹം ഇതായി മിണ്ടണില്ല. ഞാൻ പറഞ്ഞു, തീവ്രവാദത്തിൽ ഇസ്ലാം കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ മതം എന്ന ഇതിൽ. അപ്പൊ അദ്ദേഹം പറയുന്നത് അവിടെ ഒരു കന്യാസ്ത്രീനെ ജൂതന്മാരെന്തോ ഉന്തിട്ടതും പിന്നെ ലെബനനിലെ ഒരു മാതാവിന്റെ രൂപം തട്ടിപ്പൊട്ടതും. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇതിനെ ഒറ്റപ്പെട്ട സംഭവം എന്നാ പറയണത്. അതിന് നെതന്യാഹു മാപ്പും പൂർത്തിയൊക്കെ പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇത് സർവ്വവ്യാപകമാണ്. അത് നമുക്ക് ലെബനൻ തൊട്ട് സിറിയ തൊട്ട് കാശ്മീർ തൊട്ട് എവിടെ തൊട്ട് വേണമെങ്കിലും പിടിക്കാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പിന്നെ മിണ്ടാണ്ടായി തോറ്റുപോയി. ഇതാണ് സുഡാപ്പികളുടെ ഇന്നത്തെ അവസ്ഥ. അപ്പൊ ഇതൊക്കെയാണ്, അതായത് ഹെസ്ബുള്ളയുടെ ഈ വാർത്തയിൽ ഞാൻ ഈ വീഡിയോയിൽ കൂടുതലായിട്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഹെസ്ബുള്ള തീരാണ്. ഹെസ്ബുള്ളയുടെ കട്ടയും പടവും മടക്കി ഇല്ലാണ്ടായി എന്നുള്ളതാണ് വാർത്ത.